കാലങ്ങളോളം നീണ്ടൊരു സമരം, മാലിന്യ കൂമ്പാരങ്ങൾ, മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ മഴക്കാലത്ത് കോഴി മാലിന്യങ്ങൾ ഒഴുകി നടന്നു. ഒടുവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഇടപെടലുണ്ടാകുന്നു. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഫ്രഷ് കട്ട് അടച്ചുപൂട്ടൽ ഉത്തരവിന്റെ പശ്ചാത്തലമാണ്. ഒരു ജനത ഒന്നായി ആ ഉത്തരവ് സ്വീകരിച്ചു. പക്ഷേ 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സംയുക്ത പരിശോധനയിലെ റിപ്പോർട്ടിന് ശേഷമാകും ഫ്രഷ് കട്ടിന്റെ പ്രവർത്തനത്തിൽ കോടതി അന്തിമമായി ഒരു തീരുമാനമെടുക്കുക. യഥാർത്ഥത്തിൽ പിഴച്ചത് ആർക്കാണ് എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിൾ. സരീഷ് പി കെ ആണ് വിശകലനങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്നത് കോഴിക്കോട് നിന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് കട്ട് സമരം നമ്മൾ എത്രയോ നാളുകളായി കാണുന്നുണ്ട്, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ബെൻസനാണ് ഈ വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. ബെൻസൺ ആയിരുന്നു അവിടെ പോയത്. അപ്പം ആ സമയത്ത് ബെൻസനോട് അവർ വളരെ സന്തോഷകരമായി, ആശ്വാസകരമായി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവരുടെ ഒരു പ്രതിഷേധം ഫലം കണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അത് ഒഴിഞ്ഞു പോവുകയാണല്ലോ, ഇനിയൊന്ന് സമാധാനത്തോടെ ശ്വസിക്കാമല്ലോ എന്നൊരു സന്തോഷം അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു, അവരുടെ പ്രതികരണത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോ സരീഷ് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷമായിരിക്കില്ല അവർക്കുള്ളത്. അവർക്ക് ആശങ്കയായിരിക്കും. വീണ്ടും അതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. എന്താ നിലവിൽ മനസ്സിലാകുന്ന കാര്യം? എന്ത് സംഭവിച്ചു എന്നാണ് 24 മണിക്കൂറിനുള്ളിൽ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് സരീഷ്? വർഷങ്ങളായുള്ള സമരം, അതിനിടയിൽ ഒരു ചെറിയ ആശ്വാസം, അത് മാത്രമായിരുന്നു ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് എന്ന് കൃത്യമായി പറയേണ്ടി വരും. കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ട് ഈ നോട്ടീസ് നൽകിയത്. അവർ പറയുന്നത് 1974 ജലമലിനീകരണ നിയമത്തിലെ സെക്ഷൻ 33A, 1981 വായു മലിനീകരണ തടയൽ നിയമത്തിലെ സെക്ഷൻ 31 ഇത് പ്രകാരം അടച്ചുപൂട്ടണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ അടച്ചുപൂട്ടൽ ഉത്തരവ് സ്ഥാപനത്തിന് ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ അവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൈക്കോടതി കൃത്യമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചു. അതിലാണ് യഥാർത്ഥത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴ പെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴി മാലിന്യം വ്യാപകമായി ഈ മേഖലകളിലൊക്കെ ഈ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അടച്ചുപൂട്ടൽ ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ ഹൈക്കോടതി പരിശോധിച്ചപ്പോൾ കൃത്യമായൊരു പരിശോധന അവിടെ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ മലിനീകരണം അല്ലെങ്കിൽ ഈ കോഴി മാലിന്യങ്ങൾ വീടുകളിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ഒഴുകി നടന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് സാധൂകരിക്കുന്ന ഒരു തെളിവുകളും ഹാജരാക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ സ്ഥാപനം നൽകിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിന്റെ സെക്രട്ടറി നേരത്തെ നൽകിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും രീതിയിൽ മലിനീകരണത്തിന് ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഉത്ഭവ കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന് കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇങ്ങനെ വിവിധ തെളിവുകൾ ഫ്രഷ് കട്ടിന്റെ അധികൃതർ ഹാജരാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതും കൃത്യമായൊരു പരിശോധന നടത്തണം എന്നൊരു നിർദ്ദേശം നൽകുന്നതും. ആ നിർദ്ദേശത്തിൽ പറയുന്നത് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ഇന്ന് തന്നെ പരിശോധന നടത്തണം എന്നുള്ളതാണ്. 13-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ കൃത്യമായ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു ഇടപെടൽ നടത്തുമ്പോൾ അതിനു മുൻപ് നടത്തേണ്ടിയിരുന്ന കൃത്യമായ പരിശോധനകൾ നടത്താതെ ഒരുപക്ഷെ ആവേശത്തിലെടുത്തൊരു തീരുമാനം എന്ന് തന്നെ വേണം പറയാൻ. അതാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ പോയി ഇത്ര പെട്ടെന്നൊരു സ്റ്റേയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. വളരെ ഗുരുതരമായ വീഴ്ച മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ശരി സരീഷ്, ശരി. വലിയ കഷ്ടമാണ് ഈ ഫ്രഷ് കട്ടിന്റെ സമരവും ആ സമരസമിതിയൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ഒരു മനുഷ്യന് നമുക്ക് നന്നായിട്ടൊന്ന് ശ്വസിക്കാൻ പറ്റും. ശ്വാസം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമല്ലോ, നമ്മളെല്ലാം മരിച്ചു പോവില്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് ശ്വസിക്കാനുള്ളൊരു അവകാശം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു സമരമായിരുന്നു. എത്ര കാലം ഈ മാലിന്യം ശ്വസിച്ചുകൊണ്ടിരിക്കും? മാലിന്യം ശ്വസിക്കുമ്പോഴത്തേക്ക് ഒന്ന് അതിനുള്ള ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ആ നാട്ടുകാർ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒടുവിൽ ഒരു നല്ലൊരു തീരുമാനം, അവർക്ക് സന്തോഷിക്കാൻ പാകത്തിനൊരു തീരുമാനം വരുമ്പോൾ അതിനും വെട്ടാണ്. അതും 24 മണിക്കൂറിനുള്ളിൽ തന്നെ അതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ